ഹായ് ഗായ്സ്, മീറ്റ് കൊച്ചിൻ്റെ അമ്മൂമ്മ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം ഗായ്സ്. ഹായ് ഗായ്സ്, ഞങ്ങളുടെ 1 hour ചാലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Time starts now. Time starts now. ഗൈസ്, നമ്മളിപ്പോൾ പോകുന്നത് ട്രിവാൻഡ്രത്തുള്ള നൈറ്റി ഷോപ്പ് എന്ന് പറഞ്ഞ കടയിലാണ്. ഒരു എത്ര മാസത്തിലാണ് നമ്മളവിടെ പോയത്? എൻ്റെ ഒരു 7-8 months അവിടെ പോയപ്പോൾ നല്ല പൂക്കി നൈറ്റ് ഡ്രസ്സുകൾ, പിൻട്രസ്റ്റ് വൈബ്, എസ്തെറ്റിക് സാധനങ്ങൾ കേട്ടോ. വലിയ വിലയൊന്നുമില്ല. അപ്പം അന്ന് ഞാൻ അത് വാങ്ങിയില്ല, കാരണം നമുക്ക് ഉടനെ തന്നെ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കുമല്ലോ, കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പം അന്ന് ഞാൻ അത് വാങ്ങിയില്ല. നൈറ്റീസാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് നൈറ്റീസ് ഇട്ട് മടുത്തു, തള്ളവൈബ് പഠിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഡ്രസ്സ് ഇപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കാൻ പോവുകയാണ്. അതാണ് എൻ്റെ മെയിൻ ലക്ഷ്യം ഇന്നത്തെ. അപ്പം ഞാൻ ത്രെഡ് ചെയ്തിട്ട് വന്നു. ഇപ്പോൾ പ്രഭുവിനും പറ്റുമെങ്കിൽ അവിടുത്തെ നൈറ്റി ഷോപ്പിൽ നിന്ന് കുറച്ച് നൈറ്റ് വെയർസ് എടുത്തു. അപ്പോൾ ആ ഡ്രസ്സ് അവിടെ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ എന്തെങ്കിലും പ്ലാൻ പണി പോകുമ്പോൾ അത് നടക്കാറില്ല. അപ്പം മൂഞ്ചാതിരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ ഗൈസ്, വിചാരിച്ച പോലെ തന്നെ ആ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത ഡിസൈനിൽ കുറച്ച് 2-3 ഡ്രസ്സ് എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഞാൻ പ്രതീക്ഷിച്ച പിൻട്രസ്റ്റ് സാധനം അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ അത് വാങ്ങിയാൽ മതിയായിരുന്നു. അല്ല പ്രഭു, ഞാൻ ഒരുപാട് നാളെ പറഞ്ഞതാ, പക്ഷെ കേട്ടില്ല. ഇനി പ്രഭുവിന് വേണ്ടി സ്റ്റുഡിയോയിൽ പോവാണ്. തിരുവനന്തപുരത്തെ സ്റ്റുഡിയോ ഒഴിവാക്കി കൊള്ളത്തില്ല. നമ്മളെപ്പോഴും ഒരു ചടങ്ങ് പോലെ അവിടെ കയറി ഇങ്ങനെ ഇറങ്ങാറാണ് പതിവ്. നോക്കാം ഇന്ന് പ്രഭുവിന് എന്തെങ്കിലും കിട്ടുമോ. പ്രഭു എടുക്കുന്ന ഡ്രസ്സ് നാട്ടുകാരെ കാണിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞു. അങ്ങനെ ഞാൻ സായുമോക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് ഗേൾസ് സെക്ഷനിൽ ഇങ്ങനെ കുറേ നോക്കി. പക്ഷേ എല്ലാം 1 years above ഉള്ള കുട്ടികൾക്കായിരുന്നു. പിന്നെ കുറേ നേരം പോസ്റ്റായി പ്രഭു ഡ്രസ്സ് എടുക്കുമ്പോൾ. പ്രഭുവിന് ഒരു കാലത്തില്ലാത്ത ഡ്രസ്സ് എടുക്കലായിരുന്നു. നിങ്ങൾ കണ്ടു കാണാമല്ലോ. സാധാരണ പ്രഭുവിന് സ്റ്റുഡിയോയിൽ എവിടെ പോയാലും ഡ്രസ്സൊന്നും കിട്ടൂല, വെറുതെ കയറി ഇറങ്ങുന്നതാ. ഇന്നാണെങ്കിൽ കൊച്ചവിടെ കിടക്കുന്നത്. പക്ഷെ പ്രഭുവിന് സെലക്ട് ചെയ്ത് തീരുന്നില്ല. പ്രഭു ട്രയലോടെ ട്രയല്, എന്തൊരു വീട്ടിലെടുത്ത ഡ്രസ്സ് അല്ല പ്രഭു. അങ്ങനെ ഞങ്ങള് വീട്ടിൽ പോവാണ്. അപ്പൊ ഞാൻ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് 1 hour challenge in 2 hours. എങ്ങനെയുണ്ടായിരുന്നു മമ്മി എക്സ്പീരിയൻസ് ഒറ്റയ്ക്ക് ഹാൻഡ്ലിങ് ദ ബേബി? ചോറിഞ്ഞതുകൊണ്ട് ഒന്നും അറിഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി വരുന്നതായിരിക്കും. ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് വാങ്ങിയ സാധനങ്ങളുടെ അൺബോക്സിങ് വീഡിയോ കാണാം. ഇതൊക്കെ സ്റ്റുഡിയോന്ന് പ്രഭു എടുത്ത ഡ്രസ്സാട്ടോ. ഒരു ടോപ്പിലിരിക്കുന്നുണ്ടാണ് ഞാൻ ഇത് ഫസ്റ്റ് കാണിക്കുന്നത്. വലിയ കാര്യമൊന്നുമില്ല. നല്ല ഇത് നിക്കർ, ഇത് ഓട്ടയൊക്കെ ഉണ്ട്. നമുക്ക് കുളത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ മീനൊക്കെ ആയിട്ട് ഇങ്ങനെ വരാം. ഓക്കെ, ഞാൻ അടുത്തത്. അല്ല, ഇത് കഴിഞ്ഞില്ല കേട്ടോ, കഴിഞ്ഞില്ല. ഇനി അടുത്തത് എൻ്റെ അമ്മൂമ്മയുടെ നൈറ്റി. മൈ ഗ്രാൻഡ് മദേഴ്സ് നൈറ്റിയാണത്. ഇനി നമുക്ക് അടുത്തതായിട്ട് മമ്മിയുടെ റിയാക്ഷൻ വീഡിയോ കാണാം. അയ്യോ,
മമ്മിയുടെ റിയാക്ഷൻ വീഡിയോ, മമ്മി റിയാക്ഷൻ ഇടുന്നില്ലേ? സൂം ചെയ്യാൻ പറ്റുന്നില്ല. മമ്മി കണ്ടാ? ഭയങ്കര മോഡേൺ ആയി പോയി ഗൈസ്. ഇതാണ് ഞാൻ ആ കടയിൽ നിന്ന് വാങ്ങിയ ഡ്രസ്സ്. പക്ഷെ ഞാൻ അന്ന് കണ്ട പോലത്തെ പൂക്കി സാധനങ്ങൾ കണ്ടില്ല. യുനോ ആ പേസ്റ്റൽ സാധനത്തില് കുറെ ടെഡി ബെയർ റിബൺസ് ഒക്കെ വരുന്ന ടൈപ്പില്ലേ, അതന്ന് ഞാൻ കണ്ടെന്ന് ഓട്ടോ ഇട്ടതായിരുന്നു. ഇതൊക്കെ 150 to 200 റേഞ്ചിലൊക്കെയാണ്. ഇതെല്ലാം നല്ല ലൂസാണ്, ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട്. ഇതും പെയർ സെപ്പറേറ്റ് നമ്മൾ പെയർ ചെയ്ത് എടുക്കുന്നതാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.